സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഹിന്ദുവിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഒരുപാട് വഷളായിപ്പോയ മതം കൂടിയാണ് ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഒരുപാട് വഷളായിപ്പോയി. നമ്മുടെ യുവസമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഇന്ന് അമ്പലത്തിൽ വരുന്നത് 20% താഴെ. 100 കുട്ടികളുണ്ടെങ്കിൽ 20 കുട്ടികൾ അമ്പലത്തിൽ വരും. നിങ്ങൾ ഞായറാഴ്ച അമ്പലത്തിൽ വരുമ്പോൾ കുട്ടിയെ വിളിച്ചു നോക്കൂ, കുട്ടികൾക്കില്ല, പോത്തുപോലെ കടന്നുണ്ടാവും. നിങ്ങളുടെ കുട്ടികളെ കിട്ടും, ഇവിടെ വരാത്ത കുട്ടികളെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് ഇവരൊന്നും താല്പര്യമില്ല. അവിടെ ലോകം മൊബൈൽ ഫോണാണ്. എന്നാൽ പള്ളിയിൽ പോകാത്ത മുസ്ലിം കുട്ടിയെ കാണാറില്ല. അവർ മൊബൈലിലൊക്കെ കളിക്കും. പക്ഷെ അവന് മിനിമം ഒരു മതബോധം 15 വയസ്സിനുള്ളിലുണ്ട്. കാരണം 4ാമത്തെ വയസ്സിൽ ഒരു മതം കിട്ടുന്നതുകൊണ്ട് നമുക്കങ്ങനെ മദ്രസയുടെ സംവിധാനം നമ്മൾ ഹിന്ദുവിൽ ഒരു കാലത്തില്ല. നമ്മുടെ എല്ലാ മദ്രസയും മതപഠന കേന്ദ്രമെല്ലാം വീടാണ്. വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്നിച്ചു ആരെങ്കിലും ചവിട്ടിപ്പോയാൽ ഈ തൊട്ട് നെറ്റിയിൽ വെക്കുന്ന ചടങ്ങ് ഇവിടെ ഉണ്ടാവും. എറണാകുളത്തുണ്ടോ? ഉണ്ടല്ല, അതിന്റെ നാട്ടിലുണ്ട്. ഇത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനെ തേരെടുക്കുന്നതിന് മുമ്പ് ഭഗവാൻ ചെയ്ത കർമ്മ ഒന്ന് തൊട്ട് നമസ്കരിച്ചു. ഇത് മുത്തശ്ശൻ ചെയ്യുന്നതാണ് അച്ഛൻ പഠിച്ചത്, അച്ഛൻ ചെയ്യുന്നതാണ് ഞാൻ പഠിച്ചത്. മനസ്സിലായില്ലേ? ഫോളോ, ശ്രേഷ്ഠതയെ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഭൂമിയെ തൊട്ടു വന്ദിക്കുക. നോക്കൂ, ഭൂമിക്ക് ജീവനില്ല, ഈ മണ്ണിന് ജീവനില്ല, ഇല്ല. മഞ്ഞ്, മല, മരുഭൂമി, ഇതിനൊന്നും ജീവനില്ല. പക്ഷെ ഭൂമിയെ കുറിച്ച് ഹിന്ദുവിന്റെ സങ്കല്പം എന്താ? സമുദ്രവസനേ ദേവി പർവ്വത സ്തനമണ്ഡലേ, സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവളെ, വിഷ്ണു പത്നി നമസ്തുഭ്യം, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി നിനക്കെന്റെ നമസ്കാരം. പാദസ്പർശം ക്ഷമസ്വമേ, അമ്മേ ഭൂമി ചവിട്ടാതെ ജീവിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് എന്റെ പാദസ്പർശം ക്ഷമിക്കൂ. ജനീവയിലെ ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ ജർമ്മനിയിലെ ഒരു ശാസ്ത്രകാരൻ ചൊല്ലിയൊരു ശ്ലോകായി നമ്മുടെ ശ്ലോക. ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നു, നദികൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു, പ്ലാസ്റ്റിക് കുന്നുകൂടുന്നു, മരങ്ങൾ മൊത്തം ഞങ്ങളുടെ നാട്ടിൽ മുറിച്ച് പെരുമാവൂല പ്ലൈവുഡ് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മരങ്ങൾ ഉണ്ടാവും. അത്രയും വലിയ ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മരങ്ങൾ വീടുകളിൽ വന്നിട്ട് മോഹവില കൊടുത്ത് മരങ്ങൾ വാങ്ങി പെരുമ്പാവൂരിലേക്ക് വരുന്ന ദിവസം 1000 ലോഡെങ്കിലും. 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. നമ്മളെല്ലാവരും ചിന്തിക്കണം. 10 കിണറിന് സമം ഒരു കുളം, 10 കുളത്തിന് സമം ഒരു തടാകം, 10 തടാകത്തിന് സമം ഒരു നദി, 10 നദിക്ക് സമം ഒരു പുത്രൻ, 10 മക്കൾക്ക് സമം ഒരു വൃക്ഷം എന്ന് പഠിപ്പിച്ചാണ് നമ്മുടെ പൂർവ്വന്മാർ. എന്റെ ഒരു സുഹൃത്ത്, അവന്റെ അച്ഛൻ ശ്വാസം മുട്ടിയപ്പോ അവിടെ സഹകരണ ആശുപത്രിയിൽ ചെന്നിട്ട് ഇത് മാസ്ക് വെച്ചു കൊടുത്തു, ഓക്സിജൻ വെച്ചു കൊടുത്തു. സിലിണ്ടർ 3 മണിക്കൂർ കഴിച്ച് വേറെ പ്രോബ്ലം ഒന്നും തിരിച്ചു പോരുമ്പോ ബില്ല് 3000 രൂപ. അത് 3 മണിക്കൂർ ശ്വാസം കഴിക്കേണ്ട വേണം. അപ്പൊ ഈ ദിവസം എത്ര ഉറുപ്പ്യ നമ്മൾ ദിവസം കൊടുക്കണം? പ്രകൃതിക്ക് 24,000 രൂപ കൊടുക്കണം ഇല്ലേ? ആരാ നൽകുന്നത്? ഈ മരങ്ങളാണ്. സമുദ്രവസനേ ദേവി, സമുദ്രത്തെ വസ്ത്രമാക്കിയവളാണ്, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവളാണ്. കേരളത്തിൽ 44 നദികളുണ്ട്. ഈ 44 നദികളും ഉത്ഭവിച്ചൊടുക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത് സന്യാസികളിൽ ഋഷിതുല്യനായ അദ്ദേഹം പറഞ്ഞത് പശ്ചിമഘട്ടം സംരക്ഷിക്കണം. 7000 അനധികൃത ക്വാറികൾ അവിടെ നടക്കുന്നത്. ഇതെല്ലാം പൂട്ടികൾ. ഇല്ലെങ്കിൽ 50 കൊല്ലം കൊണ്ട് കേരളം മരുഭൂമിയായി തീരും. 44 നദികളിലും വെള്ളമുണ്ടാകില്ല. വെള്ളത്തെ തടുത്തു നിർത്തുവാൻ മലകൾക്ക് കഴിയും, മരങ്ങൾക്ക് കഴിയും. മരങ്ങളില്ലാത്തതുകൊണ്ടാണ് 2018-ലും 2019-ലും വെള്ളപ്പൊക്കത്തിൽ നിങ്ങളും ഞാനും മുങ്ങിപ്പോയത്. മരങ്ങള് പിടിച്ചു നിർത്തും എത്ര വെള്ളത്തെ. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇതെന്റെ അമ്മയാണ്, ഈ ഭൂമിയെ അമ്മയായി കണ്ടു കരുതി ആരാധിക്കുന്നു. നോക്കൂ, നമുക്ക് അമ്മയാണ് ആരൊക്കെ? വെള്ളം. അത് കിട്ടാത്ത ലോകത്തോട് ചിന്തിക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാ മാതാവ് എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് നമുക്ക് പുണ്യനദികൾ എന്ന് പറഞ്ഞ പ്രയോഗം. രാവിലെ എഴുതി കുളിക്കുമ്പോ, ഗണപതിയെ കുളിപ്പിക്കുമ്പോ, സുബ്രഹ്മണ്യെ കുളിപ്പിക്കുമ്പോ, അന്നപൂർണേശ്വരിയെ കുളിപ്പിക്കുമ്പോ ഇവിടുത്തെ ശാന്തിക്കാർക്ക് ഒരു മന്ത്രമുണ്ട്. ഗംഗയെ യമുനയെ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. 7 നദികളുടെ ജലത്തെ കയ്യിലെ പാത്രത്തിലേക്ക് ആവാഹിച്ച് അതുകൊണ്ട് അന്നപൂർണേശ്വരിയെ കുളിപ്പിക്കുമ്പോൾ 7 നദികൾ. കുംഭമേളയിൽ മുങ്ങാൻ 1 ലക്ഷം ആളെ അത് പ്രതീക്ഷിച്ചത്, കുംഭമേളയിലെ മഹാമാഘം. പക്ഷെ വന്നത് എത്ര പേരാൻ പറയുന്നത്? 30 ലക്ഷം ആള്. ആരും പോയ ഇവിടുന്ന് ഇത്രയാൾ പോയില്ലേ? നന്നായി. ചളിവെള്ളത്ത് മുങ്ങാനാണ് പോയത്. ഇവിടുന്ന് വണ്ടി പിടിച്ചിട്ട്
ആലോചിച്ചു നിങ്ങൾ. 45 കോടി ആളുകൾ വരുന്ന പറഞ്ഞത് ഇവിടെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ വന്നു മുങ്ങിപ്പോയത് എത്ര? 66 കോടി ആളുകൾ. യൂറോപ്യൻ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ഒരിക്കലും വട്ട ഇത്ര ആളുകൾ ചളിവെള്ളത്തിൽ വന്നു മുങ്ങി. അവിടെ ചെളി എന്ന് പറഞ്ഞാൽ 1.5 ചെളി. 1 കോടി ആളുകളൊക്കെ വന്നിട്ട് ഒരു സമയത്ത് ഒരു നദിയിൽ ഇറങ്ങിയെങ്കിൽ അവസ്ഥ എങ്ങനെ ആലോചിച്ചു? ആന ഇറങ്ങിയതുപോലെ ഉണ്ടാവില്ലേ? ചെളിയുടെ കുഴമ്പ് രൂപത്തിലുള്ള അതിൽ വന്ന് മുങ്ങാനുള്ളത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പല ലോകരാജ്യങ്ങളുടെ തലവന്മാര്, ഇവർക്കെല്ലാം വട്ട. എന്താണ് ഈ സങ്കല്പം? നോക്കി നിൽക്കുന്നവന് മനസ്സിലാവില്ല. അവന് ഈ സങ്കല്പങ്ങളില്ല. അവന് മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ, പക്ഷെ അവന്റെ ഉള്ളിൽ സങ്കല്പങ്ങളില്ല. ലോകം മുന്നോട്ട് പോകുന്നത് ഉദാത്തമായ സങ്കല്പങ്ങളിലാണ്. നിങ്ങൾ ഈ വെള്ളത്തെ വെറും വെള്ളമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വെള്ളമില്ലാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത് ജീവധാരയായിത്തീരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭാഗീരഥി വെറും ഒരു നദിയല്ല, സിന്ധു കേവലം ജലമല്ല, ഭക്ത്യാദരവാർ നമനൊഴുക്കിയ തന്നതി മോഹന തീർത്ഥം താ, അതിലൊരു നീർക്കണമെങ്ങാൻ പോലും ജന്മാന്തര സുഖ പാപം തീർക്കാം. 7 ജന്മങ്ങൾ ചെയ്തു പോയ പാപം തീർക്കുവാൻ ആ പുണ്യനദിയിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ മതി എന്ന് പറയുന്നതാണ് നമ്മുടെ സങ്കല്പം. കൈലാസം വെറും ഒരു മലയല്ല, കൈവല്യത്തിൻ വെൺകൽ പ്രതിമ, അതിലധിവാസം ചെയ്തു ശിവനും ആദിശക്തിയാം പാർവതിയും, അതിലമരുമ്പോൾ നീലകണ്ഠനിൽ കാളകൂടവും അമൃതായി. ഇതാണ് സങ്കല്പം. മല കാണുമ്പോ അയ്യോ വലിയൊരു കല്ല് എന്ന് പറയുന്നവരല്ല നമ്മൾ. സ്ഥലമണ്ഡലേ, അമ്മയുടെ സ്ഥലങ്ങളാണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായ മുലപ്പാൽ അമ്മ കുഞ്ഞിന് നൽകുന്നത് പോലെ 44 നദികൾക്കുള്ള വെള്ളം നൽകുന്ന സ്ഥലങ്ങളാണ് ഈ പർവ്വതങ്ങൾ എന്ന് പഠിപ്പിച്ച നന്ദിയുള്ളവന്റെ പേരാണ് ഹിന്ദു. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. സംരക്ഷിക്കപ്പെടേണ്ട സകലരെയും അമ്മയായി കണ്ടവരാണ് നമ്മൾ. വെള്ളത്തെ അമ്മയായി കണ്ടു, കടലിനെ അമ്മയായി കണ്ടു, നദികളെ അമ്മയായി കണ്ടു, ഭൂമി അമ്മയായി കണ്ടു, രാഷ്ട്രത്തെ അമ്മയായി കണ്ടു, വിശ്വത്തെ ആകാശഗംഗയായിട്ട് കണ്ടു. പശുവിനെ അമ്മയായി കണ്ടപ്പോൾ ചോദ്യം, പശുവിന്റെ അമ്മയാണെങ്കിൽ മൂലിയില്ല, അച്ഛനാണ്. ചിദാനന്ദ സ്വാമികളോട് കണ്ണൂരിൽ വെച്ച ഒരാൾ ചോദിച്ചതാ, സ്വാമിജി ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹം പറയും, ഈ ഹിന്ദുക്കളുടെ അമ്മ പശുവാണെങ്കിൽ അച്ഛൻ മൂലിയാണോ? ചിദാനന്ദ സ്വാമി ഷടനോട് ഷാഢ്യമില്ല. അതായത് ഇവിടുന്ന് അങ്ങോട്ട് 3 മീറ്റർ ആണെങ്കിൽ അവിടെ ഇങ്ങോട്ടും 3 മീറ്റർ ആണെന്നുള്ള പോളിസിയാണ് സ്വാമിജി. സ്വാമിജി പറഞ്ഞു, ഈ മൂലിക്ക് കുട്ടി ഉണ്ടാവില്ലെന്ന് അറിയാത്ത മൂലിയായിപ്പോഴോ കാണാൻ. ഈ മൂലി കുട്ടി ഉണ്ടാവില്ല. കാളയുടെ പ്രത്യുൽപാദന ശേഷി തകർത്തിട്ടാണ് ഇവിടെ മൂലിയായത്. ഇനി കാളയാണോ ഹിന്ദുവിന്റെ അച്ഛൻ എന്ന് നമ്മളെല്ലാം ധൈര്യത്തിൽ പറഞ്ഞേക്കണം, കാളയാണ് ഞങ്ങളുടെ അച്ഛൻ. പോലീസ് ഒന്നും പേടിക്കണ്ട. പരമേശ്വരന്റെ വാഹനമാണ് കാള. കാളയുടെ 4 കാലുകൾ, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മമാണ് കാളയെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ ധർമ്മമാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇനി പശുവിനെ അമ്മയാണ്. ഇത് പശുവിനറിയാം. നമ്മുടെ വീട്ടിൽ പശുവിന് നോക്കാം. നിങ്ങളിപ്പോ പറഞ്ഞ ഞാനിപ്പോ പ്രവർത്തനം കേട്ട് പശുവിനോട് വലിയ അമ്മയെന്ന് സ്ഥാനമൊക്കെ തോന്നി പശുവിനെ പോയി കെട്ടിപ്പിടിച്ചാലോ? പശുവിന് തൊഴി വെച്ച് നമ്മൾ ചാണകം തെളിച്ചതിന്റെ പേര് വെച്ച്. പശുവിനറിയില്ല നമ്മൾ പശുവല്ല. മനനം ചെയ്യുവാൻ കഴിവുള്ളവൻ ആരോ അവൻ മനുഷ്യൻ. വിവേചന ബുദ്ധിയില്ല. വീട്ടിൽ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, സഹോദരിയുണ്ട്. 4 സ്ത്രീകളാണ്. 4 പേരിലും ആ വീട്ടിലെ പുരുഷന് കുട്ടിയുണ്ട്. പക്ഷെ ആരെല്ലാം കുട്ടി ജനിക്കാം ഭാര്യയിലാണ്. കാളയ്ക്ക് ഈ വിചാരം ഉണ്ടാവും, പൂച്ചയ്ക്ക് പട്ടിക്ക് ഈ വികാരം ഉണ്ടാവും, ഈ വിചാരം ഉണ്ടാവും? ഇല്ല. അവർക്ക് സാമാന്യ ബുദ്ധി മാത്രമേ ഉള്ളൂ, വിശേഷ ബുദ്ധിയില്ല. വിശേഷ ബുദ്ധിയോടൊത്തവൻ മനുഷ്യൻ. അവൻ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാത്തിനെയും അമ്മയായി കാണുവാനുള്ള മനസ്സിനെ രൂപീകരിച്ചു സമാജത്തിൽ. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം പിടിച്ചു വളർന്ന പാലാഴക പശുവിന്റെ. ചില ആൾ പറഞ്ഞു, എന്റെ കുട്ടിക്ക് ആട്ടിന്റെ പാലാണ്. അപ്പൊ നിന്റെ കുട്ടിക്ക് ഗ്രഹണി എന്നുള്ള സൂക്കടുണ്ട. ഈ ഗ്രഹണി എന്നുള്ള സൂക്കടുള്ള കുട്ടിയുടെ വയറ്റിലെ ആട്ടിന്റെ പാല് നിൽക്കുന്നു, അല്ല അപ്പ ഛർദ്ദിക്കും. അറേബ്യയിലെ കുട്ടികൾക്കെല്ലാം ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ കൊടുക്കുന്ന പറഞ്ഞു. ഇവരൊക്കെ വിവരമില്ലായ്മ ഞാനിങ്ങനെ ആലോചിക്കാം. അറേബ്യയിലാവട്ടെ, അന്റാർട്ടിക്കയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, 4 വയസ്സിൽ ചുവട്ടിൽ കൊടുക്കുന്ന പാല് പശുവിന്. അത് അവിടെ ഇല്ലെങ്കിൽ അവർ വരുത്തിക്കും. മനസ്സിലായല്ലോ? 4 വയസ്സിന് ചുവട്ടുള്ള കുഞ്ഞിന്റെ വയറ്റിൽ അമ്മയുടെ മുലപ്പാലിനൊപ്പം ദഹിക്കുന്ന ഒരൊറ്റ പാലേ ഭൂമിയുള്ളൂ. മനുഷ്യ സ്ത്രീയുടെ പ്രസവത്തിന്റെ അതേ കാലാവധിയുള്ള ഒരൊറ്റ ജീവിയെ ഭൂമിയിലുള്ളതാണ് പശു.
സെയിം ഡേയ്സ്, 10 മാസം എന്നൊക്കെ പറയില്ലേ, 276 ദിവസം, അങ്ങനെയുള്ള ആ ദിവസം കൃത്യമായിട്ടുള്ളതാണ് പശു. നോക്കൂ, വീട്ടിൽ ഈ ക്ഷേത്രത്തിനുള്ളിൽ അശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മൃഗത്തിന്റെ വിസർജ്ജയാണ് നമ്മൾ എന്ത് ചെയ്യുക, ശുദ്ധി കലശത്തിലിടുക. ഏതാ? ചാണകം. ചാണകം കൊണ്ടാണ് ശുദ്ധി കലശം നടത്തുക. എന്നാല് ഈ വിപ്ലവകാരികളുടെ വിസർജ്ജി എടുത്താലോ നടക്കുമോ? ഈ പരിസരത്താണ് നിൽക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ഒരു അശുദ്ധിയെ മാറ്റുക. ഈ രാഷ്ട്രീയക്കാർ പോലും അങ്ങനെയല്ല ചെയ്തത്. ഇപ്പൊ ഇന്നൊരു നേതാവ് കൂടെ വന്നു, മറ്റേ പിന്നെ ദിവസം എന്ത് ചെയ്യും, അയാളോട് വിയോജിപ്പുള്ള ആളുകൾ പ്രകടനമായിട്ട് ചെന്ന് അവിടെ ചാണകവെള്ളം നൽകി വയ്ക്കും, ഇല്ലേ? ചാണകവെള്ളം നിർത്തി ചാണകവെള്ളം നിർത്തി ശുദ്ധീകരിക്കുന്ന അവൻ തന്നെയാ പറയുന്നത്. അവൻ പറയണ പശുവിനെ ഒന്നും പറയുന്നത് അവൻ തന്നെ. മനസ്സിലായില്ലേ? പാല്, മോര്, തൈര്, നെയ്യ്, വെണ്ണ, ഇതിലേതെങ്കിലും ഒന്നും കഴിക്കാത്ത ആരെങ്കിലും ഈ കൂടുതൽ ഉണ്ടാവില്ല. പശു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നന്ദി, കടപ്പാട്, ഈ 2 വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. ഈ കർച്ചിന് താഴെ വീണു, നിങ്ങളൊരാൾ എടുത്തു തന്നു, ഞാൻ ഉടനെ എന്ന് പറയും താങ്ക്സ്. അത്ര വലിയ കാര്യമാണ് ചെയ്യുന്നതല്ല. ഒരു നിസ്സാരമായ പ്രവൃത്തിക്ക് പോലും ദൈനംദിനം നന്ദി, താങ്ക്സ് പറയുന്ന നമുക്ക് പശുവിനോട് എത്ര താങ്ക്സ് പറയണം? അമ്മയുടെ മുലപ്പാൽ 6 മാസത്തിന് ശേഷം നമ്മൾ കുടിച്ചു തുടങ്ങിയല്ലേ? അമ്മയുടെ മുലപ്പാൽ 3-4 വയസ്സോളം നിന്നില്ലേ? ഇത് മരിക്കുന്നതിന്റെ തലേദിവസം വരെ നമ്മൾ കുടിച്ച പാല് പശുവിൻ്റെതായതുകൊണ്ട് ആ മൃഗത്തിന് അമ്മയുടെ സ്ഥാനം നൽകിയാൽ അവൻ പിന്തിരിപ്പനിന്തുവാ. ആ ബോധമില്ലായ്മയുടെ 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ, ഒന്ന് കേരളം, ഒന്ന് തമിഴ്നാട്. ഈ ബോധമില്ലായ്മ ഞങ്ങൾ അനുമാനപ്പെട്ടിയിൽ നിൽക്കുക. കഴിഞ്ഞ മാസം ഈ യാത്ര പോയ സമയത്ത് അപ്പൊ ഒരു പശു, നല്ല സുന്ദരനായ ഒരു പശു ഇങ്ങനെ വരിക. എല്ലാവരും തൊട്ട് നമസ്കരിക്കുന്നു. നോക്കുന്നില്ല, അതിന് നമസ്കരിച്ച് മലയാളികൾ നമസ്കരിച്ചു, അത്രയും അതങ്ങോട്ട് പോയി. ഇതെങ്ങാൻ ഞങ്ങളുടെ മലപ്പുറത്തും കോഴിക്കോട്ടും കൂടി ആ വരുന്നുണ്ടല്ലോ, 1.5 കിൻഡൽ ബീഫ് എന്നാ പറയുന്നത്. ഒരു പശുവിനെ കാണുമ്പോൾ ഇത് കൊന്നു തിന്നേണ്ടതാണെന്ന ഭാവം ഭാരതത്തിന്റെ ഭാവമല്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്. ഈ 7 നദികളുടെ വെള്ളത്തെ നമ്മൾ ആവാഹിക്കുന്നുവെങ്കിൽ ഒരു നദിയുടെ പേര് കാവേരി, മറ്റൊരു നദി ഗംഗയാണ്. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി. ഇതിൽ സിന്ധു നദി ഇപ്പൊ എവിടെയാ? അങ്ങ് പാകിസ്ഥാനില. സരസ്വതി നദി എവിടെയാ? ഭൂമിക്കടിയിലൂടെ ഒഴുകുകയാണ്. ഇപ്പം ഭൂമിയിലില്ല. രാജസ്ഥാനിൽ ഭൂമിക്കടിയിലൂടെ നമ്മുടെ ആ പ്രദേശത്ത് ഉത്തരഭാരതത്തിലൂടെ ഇപ്പൊ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ ഗംഗ, യമുന, സരസ്വതിയാണ്. ഗംഗ ഇവിടുന്ന് വരുന്ന കാണാം, സരസ്വതി ഇങ്ങനെയല്ല, യമുന ഇവിടുന്ന് വരുന്നതാണ്. 2 ജോയിച്ചു. ഗംഗയിലെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, യമുനയിലെ കുറച്ച് കലങ്ങിയ വെള്ളമാണ്. ഇത് 2 ജോയിൻ ചെയ്യുമ്പോൾ അടിയിലൂടെ സരസ്വതി ഒഴുകുന്നു എന്നതാണ് പ്രയാഗ്രാജിലെ നമ്മുടെ ത്രിവേണി സംഗമത്തിന്റെ പ്രത്യേകത. അവിടെയാണ് മഹാകുംഭമേള നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നദിയെ നമ്മൾ കാണുന്ന ഭാവം അമ്മയായി കണ്ടുകരുതി ആരാധിക്കുന്ന ഭാവമാണുള്ളത്. അതുകൊണ്ടാണ് 7 നദികൾ ആവാഹിച്ചപ്പോൾ ഈ കാവേരി നദിയുടെ ഐതിഹ്യം നിങ്ങൾക്ക്. ഒരിക്കൽ ഹിമവാനും വിന്ധ്യനും തമ്മിലൊരു മത്സരം ഉണ്ടായി. വിന്ധ്യപർവ്വതം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഗുജറാത്ത് മുതൽ അങ്ങോട്ട് ഭാരതത്തിന്റെ മധ്യഭാഗം. ഹിമവാൻ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ വടക്ക് ഭാഗത്ത് നമ്മുടെ കോട്ടയായിട്ട് നിൽക്കുന്നതാണ്. വിന്ധ്യനും ഹിമവാനും തമ്മിലുള്ള മത്സരം ഇതായിരുന്നു, ആരുടെ കൊടുമുടിയാണ് ഏറ്റവും വലുത്. ഹിമവാൻ കൊടുമുടി ഉയർത്തി, വിന്ധ്യനും കൊടുമുടി ഉയർത്തി. വിന്ധ്യൻ കൊടുമുടി ഉയർത്തിയപ്പോ ഭാരതം 2ആയി പോയി. ഭാരതം 2ആയി വിഭജിക്കപ്പെട്ടു. ഭാരതം 2ആയി പോകുന്നത് കണ്ടപ്പോ ദേവന്മാർക്ക് സങ്കടമായി. ഈ ലോകത്തിന് മൊത്തം സമാധാനത്തെയും ശാന്തിയെയും നൽകുവാൻ പിറന്ന മണ്ണ് 2ആയി പോകുന്നു. ഇത് 47 ഉണ്ടായില്ലേ ഈ ലേഖനം. അങ്ങനെ ഹിമവാനോട് ഈ കൊടുമുടി താത്താൻ പറയേണ്ടതില്ല. കാരണം ഹിമവാൻ എത്ര കൊടുമുടി വെക്കിയാലും രാജ്യം സുരക്ഷയായിരിക്കും. അതിന്റെ അപ്പുറം നമ്മുടെ ഭാരതമില്ല. ഹിമാലയത്തിനപ്പുറം ഭാരതമില്ല. ഹിമാലയത്തിന് ഇപ്പുറമാണ് ഭാരതം. പക്ഷെ വിന്ധ്യന്റെ അപ്പുറം ഇപ്പുറം ഭാരതം. കൊണ്ട് വിന്ധ്യൻ കൊടുമുടി നോക്കിയാൽ നടക്കില്ല. വിന്ധ്യൻ ആര് പറഞ്ഞാൽ കേൾക്കും, അനുസരിക്കും. വിന്ധ്യന്റെ ഗുരു പറയുന്നു. വിന്ധ്യന്റെ ഗുരുവാരാണ്? അഗസ്ത്യനാണ്. അതെവിടെയാണെന്നത്? അദ്ദേഹം ഹിമാലയത്തിൽ തപസ്സിലാണ്. ദേവന്മാരും മൊത്തം അവിടത്തേക്ക് കൂടി കാല് പിടിച്ചു. വീട് അഗസ്ത്യനോട് പറഞ്ഞു, അങ്ങയുടെ ശിഷ്യൻ തോന്നിയാസം ചെയ്യുന്നു, ഒന്ന് പറയണം. ഈ സമയത്ത് കമണ്ഡലുവിൽ ഒരു നദിയെ കൊണ്ടെടുത്തു അഗസ്ത്യമുനി. എന്നിട്ട് നടന്നു വരുന്ന തന്റെ ഗുരുനാഥനെ കണ്ടപ്പോ വിന്ധ്യൻ കൊടുമുടികളെ താഴ്ത്തി സാഷ്ടാംഗം പ്രണമിച്ചങ്ങോട്ട് നിന്നു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നവർ ഇങ്ങനെ നിന്നോളൂ, ഒരിക്കലും പൊക്കരുത്. ഞാൻ എപ്പോഴാണോ തിരിച്ചു വരുന്നത് അപ്പോഴേ ഇത്
പൊക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ കർണാടകയിൽ അഗസ്ത്യാർകൂടത്തിൽ വന്നു. അഗസ്ത്യമുനി തപസ് ചെയ്ത സ്ഥലം അഗസ്ത്യാർകൂടം. അവിടെ അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഗണപതി മൈനയുടെ രൂപത്തിൽ വന്ന് ഈ കമണ്ടന് തട്ടിപ്പറിച്ചു. അവിടുന്ന് അങ്ങോട്ട് കാവേരി നദി ഉത്ഭവിച്ചു. ഇതാണ് ചരിത്രം. ചരിത്രമല്ല, ഐതിഹ്യം. നോക്കൂ, ഒരു നദിയുടെ കഥ പറയുമ്പോഴും ഈ രാഷ്ട്രീയ ഹിമാലയത്തിൽ നിന്ന് കാവേരിയെ കൊണ്ടുവന്ന് ഗംഗയിൽ ഒഴുകി. നിങ്ങൾ കൊട്ടിയൂര് വന്നിട്ടുണ്ടോ? കൊട്ടിയൂര്